സുപ്രീം കോടതിയുടെ ചരിത്രപരമായ ഉത്തരവിലൂടെ ദയാവധത്തിന് അനുമതി ലഭിച്ച ഹരീഷ് റാണ അന്തരിച്ചു. കഴിഞ്ഞ 13 വർഷമായി കോമയിൽ കഴിഞ്ഞിരുന്ന ഹരീഷിന്റെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നീക്കം ചെയ്തതോടെ ഹരീഷ് ലോകത്തോട് വിട പറഞ്ഞു. മകന് ദുരിത ജീവിതത്തിൽ നിന്ന് മോചനം വേണമെന്ന അച്ഛന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതോടെയാണ് ദയാവധം നടപ്പിലാക്കിയത്. इमोशनली बहुत टफ है क्योंकि अपने ही बच्चे को अपनी आंखों के सामने मरता हुआ देखना किसी भी पेरेंट के लिए अच्छा नहीं होता, लेकिन वो 13 साल से यही होता देख रहे थे. इसी वजह से सुप्रीम कोर्ट आए थे और सुप्रीम कोर्ट ने आज आर्टिकल 21 के मातहत राइट टू डाई का राइट हरीश राणा को दे दिया गया. ദയാവധത്തിന് കോടതി അനുമതി നൽകിയതിനു ശേഷം എയിംസ് ആശുപത്രിയിലേക്ക് ഈ യുവാവിനെ മാറ്റി. അതിന് തൊട്ട് മുമ്പ് കുടുംബാംഗങ്ങൾ ചേർന്ന് പകർത്തിയ വീഡിയോ ആണ് ഇത്. सबको माफ करते हुए, सबसे माफी मांगते हुए आ जाओ. 2013 ഹരീഷ് റാണയുടെ ജീവിതം മാറ്റിമറിച്ച അപകടം. ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയിൽ ബിടെക് വിദ്യാർത്ഥിയായിരുന്ന ഹരീഷ് താമസ സ്ഥലത്തെ 4ാം നിലയിലെ ബാൽക്കണിയിൽ നിന്ന് വീണാണ് ഗുരുതരമായി പരിക്കേറ്റത്. തലച്ചോറിനേറ്റ ആഘാതം ഹരീഷിനെ പൂർണ്ണമായും തളർത്തി. അന്നു മുതൽ കഴിഞ്ഞ 13 വർഷമായി ഹരീഷ് ഒരു ചലനവുമില്ലാതെ ഭക്ഷണവും ഓക്സിജനും നൽകുന്ന യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. മകന്റെ ദുരിതം കാണാൻ കഴിയാതെ ഹരീഷിന്റെ മാതാപിതാക്കൾ ദയാവധത്തിനായി കോടതിയെ സമീപിക്കുകയായിരുന്നു. जो हम करने जा रहे वो हुआ है, वो हम चाहते थे. ऐसे ही हमें न्यायाधीश टकरे जिन्होंने वो जजमेंट दी. 3 साल हो गए लड़ाई लड़ते हुए. कौन माता पिता अपना चाहता है कि अपने बेटे को ऐसे करें, परंतु हम चाहते कि जनहित में ऐसे पता नहीं हरीश जैसे कितने लोग पड़े हैं, उनका भी कल्याण हो. ഹൈക്കോടതി ആദ്യം ഈ അപേക്ഷ നിരസിച്ചെങ്കിലും സുപ്രീം കോടതി കേസ് ഗൗരവത്തോടെ പരിഗണിച്ചു. ഹരീഷിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ മാസം ആദ്യം സുപ്രീം കോടതി പാസീവ് യൂത്തനേഷ്യയ്ക്ക് അനുമതി നൽകിയത്. 1973 മുംബൈയിലെ ഒരു ആശുപത്രിയിൽ ഒരു നഴ്സ് ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയായി മരണത്തോട് മല്ലിടിച്ച് കഴിഞ്ഞിരുന്നു. അരുണ ഷാൻബാഗ്. അന്നവർക്ക് ദയാവധത്തിന് അനുമതി തേടി കുടുംബം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അത് നിരസിക്കുകയായിരുന്നു. പിന്നീട് അവർ ന്യൂമോണിയ ബാധിച്ച് മരണത്തിന് കീഴടങ്ങി. 2018 സുപ്രീം കോടതി വിധി പ്രകാരം കർശനമായ നിബന്ധനകളോടെ നിഷ്ക്രിയ ദയാവധം അനുവദനീയമാണ്. ഭക്ഷണവും വെള്ളവും കൃത്രിമമായി നൽകുന്നത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കി സ്വാഭാവിക മരണം ഉറപ്പാക്കുന്ന രീതിയാണ് ഹരീഷിന്റെ കാര്യത്തിൽ ഡോക്ടർമാർ സ്വീകരിച്ചത്. ഡൽഹി എയിംസിലെ വിദഗ്ധ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിലായിരുന്നു ഈ പ്രക്രിയ. വേദനയില്ലാതെയും അന്തസ്സോടെയും മരിക്കാൻ ഹരീഷിനെ അനുവദിക്കണമെന്ന് കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിരുന്നു. ഹരീഷിന്റെ അവസ്ഥയിൽ മാറ്റമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ മാസം ആദ്യം സുപ്രീം കോടതി നിഷ്ക്രിയ ദയാവധത്തിന് അനുമതി നൽകിയത്. ലോകത്താദ്യമായി ദയാവധത്തിന് അനുമതി നൽകിയ രാജ്യം ബെൽജിയമാണ്. ദയാവധം എന്നത് ധാർമ്മികതയുടെയും നിയമത്തിൻ്റെയും 2 വശങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അന്തസ്സോടെ മരിക്കുക എന്നതും ജീവിക്കുക എന്നതും സംവാദത്തിനുള്ള വിഷയമായി മാറിയിരിക്കുന്നു.